ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത് റവ കൊണ്ട് വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. പേപ്പർ പോലത്തെ ദോശയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പോളം റവ എടുത്തിട്ടുണ്ട്. ചെറിയ തരിയുള്ള റവയാണ്, അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ആട്ടപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇത് പോരാ, നമുക്കിത് നല്ല ലൂസിലാണ് വേണ്ടത്. ഇനി നമ്മൾ മിക്സാക്കിയത് ഈ ഒരു മിക്സിയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സെയിം പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുരം ഉണ്ടാകുമ്പോൾ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ 1 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ തൈരും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു മിക്സിയിലോട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാനിത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അന്ന് ടേസ്റ്റ് ഒന്നും കൂടെ കൂടുന്നത്, ഇല്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവാള, പച്ചമുളക്, മല്ലിയില, ഇത്രയും സാധനമാണ് ഞാൻ എടുത്തത്. അതൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് റവ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. നല്ലോണം തിക്കായിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ദോശക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ലൂസിലാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ലൊരു വെള്ളം പോലത്തെ ഒരു ദോശയാക്കി ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള ഒരു പാനിലേക്കാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇട്ടത്. അതൊട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ടിട്ടും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പേപ്പർ പോലത്തെ ഒരു ദോശയാണ്. നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റും ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒഴിച്ച് കാണിച്ചു തരാം. നമുക്കിത് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ഇതിങ്ങനെ ചുറ്റിച്ചെടുത്താൽ തന്നെ മതി കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്പി അല്ല, നല്ലൊരു പേപ്പർ പോലത്തെ ഒരു ദോശയാണ്. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതും. അപ്പോൾ ഇതുപോലെ എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ചു വെക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി കുതിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.